ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അനാമിക കാശില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കണത്. എന്തോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അനാമിക കാശില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അനാമിക കാശില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ അമ്മ തിരുവനന്തപുരം പോയിക്കായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതും ആരും അയച്ചു തന്നല്ലോ കേട്ടോ. അമ്മ ഒരു സ്ഥലത്തേക്ക് ടൂർ പോയിട്ടുണ്ടായിരുന്നു. ടൂറല്ല, ഒരു അമ്പലത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് കാട്ടി തരാൻ വിചാരിച്ചു. എൻ്റെ വൃത്തികെട്ട അനിയത്തി ഇവിടെ കിടന്ന് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ കിട്ടുകൊണ്ടിരുന്നേ. ഞാൻ കുറച്ച് വൈലൻ്റ് ആണ്, നോ പ്രോബ്ലം, ഓക്കെ. അപ്പോൾ അമ്മ ഫസ്റ്റ് കൊണ്ടുവന്ന സാധനം ഞാൻ ഇവിടെ എടുത്തു വെച്ചു. ഇത് എനിക്ക് കൊണ്ടുവന്നതല്ല, ഞാൻ ഇത്ര കുട്ടിയൊന്നല്ല ഇത് കളിക്കാൻ വന്നാലും ഇതിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സുഖമാണ്. എനിക്ക് കൊട്ടാനൊന്നും അറിയില്ല. അപ്പോൾ ഇത് അനീത്തിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ വീട്ടുകാർക്ക് വരെ കൊണ്ടുവന്നുണ്ട്. വീട്ടുകാരല്ല, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളൊക്കെ കൊണ്ടുവന്നു. ആദ്യം ഒരു ചെണ്ടയാണ്, ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തതാണ്. അതിന് ഒരു 100 രൂപയാണ് ആയിട്ടുള്ളതാണ് അമ്മ പറഞ്ഞത്. ഇവിടെ ബാക്കിൽ തല്ല് നടക്കുകയാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് ഒരു സാധനം വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടുകാരുണ്ട്, വീട്ടുകാർ ഭയങ്കര സീനാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛമ്മ കിടന്ന് തൊള്ള തുറക്കുന്നുണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് ചെണ്ട. അടുത്തത് ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് പോലെ കുറേ കൊണ്ടുവന്നുണ്ട്. ഇങ്ങനത്തെ അത്യാവശ്യം കുറേ കൊണ്ടുവന്നുണ്ട് കേട്ടോ. അതപ്പോൾ അനിയന്മാർക്കും എല്ലാവർക്കും കൊടുത്തു. ഇങ്ങനത്തെ കുറേ കൊണ്ടുവന്നുണ്ടായിരുന്നു. പിന്നെ ഈ കവറും 10 സാധനങ്ങളാണ് ഗൈസ്. എൻ്റെ അമ്മ ദൈവഭക്തി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സാധനങ്ങൾ കുറേ ഉണ്ട്. ഇത് കണ്ടോ, ശരിക്കും എന്താ ഇത് നമ്മുടെ ഈ വാതിൽ ഫ്രണ്ട് ഡോറുമൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ വാതിലുമൊക്കെ ഇങ്ങനെ തൂക്കിടാൻ പറ്റിയതാണ്. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഒരെണ്ണം പൂജാമുറിക്കും, ഒരെണ്ണം ഇതാണ്. ഞാൻ ക്രിസ്ത്യനാണ്, ഹിന്ദു വെച്ചാൽ ഞാൻ ഹിന്ദുവാണ്. കാറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം, അല്ല സെക്കൻഡ് സാധനം. ഇതിന് ചീപ്പ് റേറ്റ് ഉണ്ടാവുള്ളൂ തോന്നുന്നു. റേറ്റ് എനിക്കറിയില്ല, ഇതൊന്നും കൊടുത്തിട്ടില്ല. ഈ 2 സാധനം. പിന്നെ വന്നിക്കുന്നത് പിന്നതേ ഒന്നില്ല കേട്ടോ. ഇവിടെ വെള്ളത്തിൻ്റെ ഒക്കെ സൗണ്ട്. ആരെ വെള്ളം തുറന്നിട്ടാണ്? ഇനി കിട്ടൂടല്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ തുറന്നു നോക്കിയില്ല. ഇത് ഞാൻ ആദ്യമേ തുറന്നു, പക്ഷെ ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടതായിരിക്കും. പോയി അപ്പരുത് പോയി കുളിക്കടി. അത് ഞാൻ കണ്ടതാണ്. നമ്മുടെ കൃഷ്ണനാണ്. കൃഷ്ണനൊരു ശല്യം ഇരിക്കുന്നത്. സോറി കുറച്ചധികം വൈലൻ്റ് ആയി പോയി. എന്നുവെച്ചാൽ അവിടെ നിൽക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഞാൻ കാട്ടി പറഞ്ഞ കൃഷ്ണനാണ്. കൃഷ്ണന് ശല്യം എൻ്റെ ചേച്ചിക്ക് കൊടുക്കാൻ പൊട്ടും. മാളു ചേച്ചിക്ക് കൊടുക്കാൻ മേടിച്ചാണ്. ആൾ പറഞ്ഞ ആൾക്ക് ഭഗവാന്റെ ഇതാണ് 10ാം ക്ലാസ് എക്സാം റിസൾട്ട് വരണമെന്ന് തോന്നുന്നു. ഭഗവാന്റെ കൃഷ്ണൻ്റെ പ്രതിമകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടി അമ്മ മേടിച്ചിട്ട് വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാൻ താല്പര്യമില്ല, പക്ഷെ കൊടുക്കുക പാവല്ലേ. ഇങ്ങോട്ടും കാര്യം വരണേ. അയ്യോ സോറി, ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കാം. അങ്ങോട്ട് വാ. അപ്പോൾ ഗൈസ്, നമ്മുടെ കുറേ വീഡിയോസായി നമ്മുടെ കാശീനെ കണ്ടിട്ട്. നമ്മുടെ കാശി വന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളുകൾ ഇവിടേക്ക് നിൽക്കുള്ളൂ കേട്ടോ ക്യാമറയ്ക്ക്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കാശിക്കുട്ടൻ വന്നിരിക്കുകയാണ്. മുടിയൊക്കെ വെട്ടി ചുള്ളനായിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ കുറേ വീഡിയോസിന് വന്നില്ല, എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ വലിഞ്ഞു കയറി വന്നതാണ് ഞാൻ വീഡിയോ എടുക്കുക. ഞാൻ നീറ്റ് ഇത്ര നേരം ചീത്ത പറയുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു, ഇത് കണ്ടു. നമുക്ക് അടുത്ത സാധനം കേട്ടോ. ഞാൻ കുറച്ച് 2 സാധനം, 3ാമത്തെ സാധനമാണ്. എൻ്റെ റേറ്റിംഗ് അറിയില്ല കേട്ടോ. ഞാൻ അടുത്ത് കാട്ടി കൊടുക്കാം. പിന്നെ കാശിക്കും എനിക്കും ഒരേപോലെ പ്രാന്തുള്ള ഇതിൻ്റെ പേര് ചാന്തുപൊട്ട്. ഓക്കെ, കാശിയും ഇപ്പോൾ തൊട്ടുണ്ടോ. ഇതിന് ഞാൻ അടുത്ത് തൊട്ട് കൊടുത്താണ്ടോ രാവിലെ. ഈ സാധനം ഇത് ചീപ്പ് റേറ്റിനുണ്ടോ? കാശ് കുറവ്, അതെ, ഭയങ്കര കാശ് കുറവാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല സെറ്റാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ.
ഞാൻ സ്ലൈഡ് എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് വെറൈറ്റി കളർ സ്ലൈഡ്സ് കഴിക്കണം. തലകുത്ത് കുറച്ച് നേരത്തെ മൊഴിയാണെങ്കിൽ പിന്നെ തരും. പിന്നെ ബാംഗിൾസ് കാണിച്ചു കൊടുക്കടാ. അയ്യോ ഇല്ല, ഇത് ഞാൻ ബാംഗിൾസ് ഒന്നും ഇടാറില്ല കണ്ടോ. എന്നാലും വെറുതെ ഇങ്ങനെ ഓരോന്നും എടുത്ത് വയ്ക്കാം. ബാംഗിൾസ് ഇത് ഏതാവളുടെ? ഇതാണ് അവളുടെ. ഇത് രണ്ടും എൻ്റെ. എനിക്കിത് ഇങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര വീഡിയോ ലാഗ് ആവുന്നു. പിന്നെ പൊട്ടുണ്ട്, 2 പൊട്ട്. ഞാൻ വേഗം പറയാം കേട്ടോ. പിന്നെ 2 പൊട്ടുകളുണ്ട്. രണ്ടാമത്തെ പൊട്ടെന്ന് പറയണം, പൊട്ടുന്നാണ്. പിന്നെ 2 മാലകളുണ്ട്. ഒരു ഹാർട്ടിൻ്റെ, ഞങ്ങൾക്ക് 2 കണ്ണത്തിന് മേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ നമ്മുടെ നിപ്പിൾ ബോട്ടിലിൽ കുറേ ബണ്ണ് വന്നിട്ടുള്ളൊരു സാധനം. അതിൻ്റെ ഒരു മുമ്പ് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ബോട്ടിലില്ല, വേറെ പാത്രത്തിലായിരുന്നു. ക്രിസ്മസ് ഫ്രണ്ട് കിട്ടുമ്പോൾ എനിക്ക് അപ്പു ചേച്ചി തന്നിരുന്നു കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെയാണ്. ഇതുണ്ടല്ലോ, എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട്. അയ്യോ ദേ ഒരു ബാങ്കിളും കൂടി ഉണ്ട്, ഒരു വളയും കൂടി ഉണ്ട്. എനിക്കിപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയ അതെ ഇതുണ്ടെണ്ണം. ഇത് മുടിയുമ്പോൾ ചുറ്റി വെക്കുക എന്താണെന്ന് അറിയാം, പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് കൈമ ചുറ്റ എളുപ്പമായിട്ടുണ്ട്. ബട്ട് മുടിയുമ്പോൾ ചുറ്റാൻ ഭയങ്കര ടഫാണ്. ഉണ്ടോ, ഇതിങ്ങനെ ചുറ്റിപ്പോണ സാധനമാണ്. അതെനിക്ക് മനസ്സിലായി. കാശ് പറയാൻ നമുക്കത് കീച്ചൻ ഉണ്ട് ഉപയോഗിക്കാം. കീച്ചൻ അല്ല, അയ്യോ ഇങ്ങനെ കൈമിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. അവൻ കുറേ കുളത്തൊക്കെ നോക്കി സെറ്റാണല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ യൂസ് ചെയ്യാൻ അറിയില്ല. അമ്മ മേടിച്ചിട്ട് വന്നത് തന്നെയാണ്. അമ്മേ നല്ല ചൂട്, ഫാൻ ഇട്ടിട്ടില്ല. വേണ്ട, ക്യാമറ നെങ്ങും, കൊല്ലും ഞാൻ നിന്നെ. പിന്നെ ഒരു മാലയും ഹെയർ ബാൻഡും. ഇത് സെറ്റ് പൊട്ടല്ലടാ പൊട്ടാ. ഇങ്ങനെ 2 സെറ്റിൽ വരുന്നൊരു ഹെയർ ബാൻഡും ഒരു മാലയും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് മാറ്റി വെക്കാം. ചെണ്ട അവിടെയാ. പിന്നെ അതുപോലെ തന്നെ വേറൊരു സെറ്റും കൂടി ഉണ്ട്. അതെ, പിന്നെ ഒരു മാല എക്സ്ട്രാ ഉണ്ട്, പൊട്ടിയാലോ. പിന്നെ ശിവൻ അല്ല ഗണപതി. ഗണപതിക്ക് പെടുതാടെ ശിവനെ പെടുന്നത്. അമ്മ ശിവനാണ്. അച്ഛന് വണ്ടിയിൽ വെക്കാം, ടിപ്പറിൽ. ഇവളെ വെച്ചങ്ങ് കൊട്ടിയാ. അവിടെയില്ല, എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ വൃത്തികെട്ട അനീതി കാരണം. അവളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യാമറ ട്രൈപോഡിൽ നിൽക്കണില്ല. കാശി ഇവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. നീ കൊട്ടുന്നത് തലക്കിട്ട് ഞാൻ വെറുതെ കാശിയ. എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഇത് അച്ഛൻ്റെ വണ്ടിയിൽ വെക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ, അമ്മ മേടിച്ചത്. നിർത്ത് വീഡിയോ ലാഗാക്കരുത്. ഗണപതിയാണ് ഞാൻ മാറ്റി വെക്കുന്നത്. വേഗം സാധനങ്ങൾ കാട്ടിയത്. എടാ ഇനിയാണ് ഒരു മുരുകൻ. ഇത് പൂജാമുറിയിൽ വെക്കാൻ മേടിച്ചാട്ടോ. നല്ല രസമുള്ള. എനിക്ക് എത്രത്തോളം ക്ലിയർ ആവണമെന്ന് എനിക്കറിയില്ല. എടാ ഒന്ന് കൊട്ടലടാ, വീഡിയോക്ക് കോപ്പിറൈറ്റ് വരും. ആ ഇതേട്ടോ. പിന്നെ എനിക്ക് ഒരു സാധനം കിട്ടി, എന്തോ ഒരു സാധനം. ഇത് എന്തൊരു അമ്മയ്ക്കും അറിയില്ല, എനിക്കറിയാം. അമ്മ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് മേടിച്ചു. അല്ലെങ്കിൽ ഇതൊരു കൈമിടാൻ. അയ്യോ ഭയങ്കര കുത്തിത്തറപ്പാണെങ്കിൽ തലയുമിട എന്താണെന്നൊന്നും അറിയില്ല. തലയുമിട എന്താണെന്ന് തോന്നുന്നു. അവിടെ എല്ലാത്തിങ്ങളും ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ എല്ലാത്തിങ്ങളും വരുള്ളൂ. തലയുമിടണ്ട, കൊള്ളൂല. ഇങ്ങനത്തെ 2 സാധനം, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. കിട്ടിക്കോളും. ശാന്തപ്പെട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ നെയിൽ പോളിഷ്. ഇത് എൻ്റെ അമ്മ എന്തിനോ മേടിച്ച സാധനമാണ്. ഇതുവരെ തുറന്നില്ല. ഇത് ഇത്ര എളുപ്പമോ പുതിയ സാധനം? കൈമൊന്നിട്ട് വയ്ക്കാലോ. കൊള്ളാം. നെയിൽ പോളിഷിനാ ഇത്? എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ കൈക്ക് നല്ലതല്ല. അതുകൊണ്ട് നമുക്ക് തുടച്ച് കളയാം. തുടയ്ക്കാൻ വേണ്ടി
ഞാൻ എൻ്റെ ബനിയനെ കൊണ്ട് തുടങ്ങി. ഇതെല്ലായിടത്തും പിടിച്ച് താഴേക്കിടും. അയ്യേ, പിന്നെ നമുക്ക് വീണ്ടും മാല മിണ്ടാണ്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ. രണ്ട് മാല വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഇന്ത്യൻ കൂടെ ഗൈസ്. ഉടനെ തന്നെ ഒരു ഷോർട്ട് ഫിലിം വരുന്നതായിരിക്കും. ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരുന്നതായിരിക്കും. നമ്മുടെ വെക്കേഷൻ ഉണ്ടല്ലോ, കുട്ടി പട്ടാളങ്ങളൊന്നും വന്നിട്ടില്ല. അതെ, നിങ്ങൾ ചിരിച്ച് ചാവും. ഞങ്ങളുടെ ക്യാമറ ക്ലാരിറ്റി അറിയില്ല. അതേ 2 ഇതുണ്ട്. സ്ക്രിപ്റ്റിന്റെ മാനേജർ ഞാനാണ്. അതെ, കാശി പറഞ്ഞ സ്ക്രിപ്റ്റാണ് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. കുറേ ബണ്ണുകളുണ്ട്. ഇതൊക്കെ എന്തിനാ അമ്മ മേടിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഒരു വെറൈറ്റി ലാസ്റ്റ് ഫൈൽ പൊട്ടിയേ. ഇങ്ങനത്തെ ഒരു കുന്ത്രാണ്ടും ഉണ്ട്. അപ്പോൾ അതേ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എൻ്റെ വൃത്തികെട്ട അനിയന്മാരും അനിയത്തികളും ഇതിൻ്റെ ഇടയിൽ കയറി വന്നതുകൊണ്ട് തന്നെ വീഡിയോ എത്ര ക്ലാരിറ്റി. ഞാൻ കയറി വന്നുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുരുകനാണ്. ബട്ട് എനിക്ക് കിട്ടിയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഇതിപ്പോൾ എനിക്ക് കൊണ്ടുവന്നപ്പോൾ കുറേ സാധനങ്ങൾ പോലെ തോന്നി. ഇപ്പോൾ സാധനങ്ങൾ കുറഞ്ഞു പോലെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ, സീ യു അടുത്ത ഷോർട്ട് ഫിലിമിനാണ്. അപ്പോൾ